നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്ക് വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അക്രമം നടന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ രീതിയിൽ ഒരു സമരപരിപാടി അവിടെ ആവശ്യമില്ലായിരുന്നു. അതല്ലെങ്കിൽ ഒരു വനിതാ പ്രവർത്തകയെങ്കിലും അവർക്കൊപ്പം ഉണ്ടാകണമായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളെ ഇങ്ങനെ തരം താഴ്ത്തി കാണിക്കുന്നത്? ഇവിടെ നമ്മൾ ആലോചിക്കണം. നമ്മൾ കേരളത്തിലുള്ള ആളുകൾ നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യരംഗത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ എത്ര രൂപ വേണമെങ്കിലും ചെലവഴിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഒരു പനി ഉണ്ടായാൽ പോലും നമ്മൾ അടുത്ത ആശുപത്രികളിൽ വളരെ വേഗം തന്നെ പോവുകയും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നമ്മൾ എത്ര രൂപ മുടക്കാനും നമ്മൾ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. ഇത് ചിലർ മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലുള്ള ജനങ്ങൾ ആരോഗ്യത്തിൽ കുറച്ചുകൂടെ ബോധവാന്മാരാണ്. തന്നെയുമല്ല, ആരോഗ്യരംഗം കുറച്ചുകൂടെ അടുത്താണ് നമ്മൾ, അതായത് ജനങ്ങളുമായി വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ആക്സസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണം മുടക്കാനും തയ്യാറാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ചെറിയൊരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായാൽ ഉടൻ തന്നെ നമ്മൾ ആശുപത്രിയിൽ പോവുകയും വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുന്നു. അപ്പം ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ആരോഗ്യ മേഖല. നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയാലെങ്കിൽ നമുക്ക് കാണാം, അവിടെ ഒരാൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞൊരു ബില്ല് നമുക്കൊരു 1000 രൂപയൊക്കെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ബില്ലാവുന്ന ഒരു അവസ്ഥ വരെ നമുക്ക് ഇന്നത്തെ ഒരു സമകാലിക സാഹചര്യങ്ങളിലുണ്ട്. കൊളസ്ട്രോൾ ഉണ്ട്, ഡയബറ്റിക് ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് പല അസുഖങ്ങളും, ഹൃദ്രോഗമടക്കമുള്ള, ക്യാൻസർ അടക്കമുള്ള നിരവധി രോഗങ്ങൾ കൊണ്ട് വലയുകയാണ് നമ്മുടെ മലയാളികൾ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ ചില ഭീമന്മാരുണ്ട്. അതായത് ഈ പറയുന്ന അമേരിക്കയെ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില ഉന്നത ഭീമന്മാർ. അവർക്ക് കേരളത്തിലേക്ക് മുതൽ മുടക്കണം. അപ്പോൾ കേരളത്തിലേക്ക് അവർ മുതൽ മുടക്കുമ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് മുതൽ മുടക്കുന്നത് എന്നുള്ളതിൻ്റെ റീസണാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മലയാളികൾ രോഗങ്ങൾ ചികിത്സിക്കുന്നതിന് വേണ്ടി ധാരാളമായി പണം ചിലവഴിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ചില ഭീമന്മാർ, അതായത് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കമ്പനി, KKR എന്ന് പറയുന്ന ഒരു കമ്പനി, TPG എന്ന് പറയുന്ന മറ്റൊരു കമ്പനി, ഇങ്ങനെ ഒരു കുത്തക മുതലാളിമാർ, അതായത് വിദേശ ഇൻവെസ്റ്റേഴ്സ് എന്ന് തന്നെ പറയാം, അവർ വന്നിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക സ്വകാര്യ ആശുപത്രികളിലേക്കും മുതൽ മുടക്കാൻ അവർ തീരുമാനിച്ചു. അതായത് നമ്മൾ പരിശോധിച്ചാൽ $700 മില്യൺ കഴിഞ്ഞ 2 വർഷത്തിനിടെ. $700 മില്യൺ, ഏകദേശം 5000 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളുടെ ഷെയറുകൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബ്ലാക്ക് സ്റ്റോണും KKRും TPGയും ഒക്കെ ചെലവഴിച്ചിരിക്കുന്നത്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനിയുടെ അതായത് ക്വാളിറ്റി കോർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി മാത്രമായി നമ്മുടെ തിരുവനന്തപുരത്തെ കിംസ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ഏകദേശം 3500 കോടിയാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം നമുക്കറിയാം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷാഫി പറമ്പിൽ MP മൂക്കിൻ്റെ പാലം തകർന്നപ്പോൾ പോയി ചികിത്സ തേടിയ ഒരു ഹോസ്പിറ്റൽ നമ്മൾ ആരും മറക്കാനിടയില്ല. കാര്യം മീശയും താടിയും ഒന്നും വടിക്കാതെ തന്നെ ഒരാളെ സർജറിക്ക്, മൂക്കിൻ്റെ പാലത്തിൻ്റെ സർജറിക്ക് വിധേയമാക്കിയ ഒരു ആശുപത്രിയാണ് ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന് വേണ്ടി അതിൻ്റെ 70% വരുന്ന ഷെയർ അവർ വാങ്ങിയിരിക്കുന്നത് KKR എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പം അതുള്ള കോഴിക്കോടിലെ മെയ്ത എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ, അങ്ങനെ നിരവധി ഹോസ്പിറ്റലുകൾ, ഇപ്പം ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നു. ഏകദേശം $700 മില്യൺ കഴിഞ്ഞ 2 വർഷത്തിനകത്താണ് നമ്മുടെ കേരളത്തിൽ അവർ മുതൽ മുടക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ സ്വാഭാവികമായും ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ പ്രൈവറ്റ് ആശുപത്രികൾ ഇവർ മുതൽ മുടക്കിയിരിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾക്ക് പണം തിരികെ കിട്ടാൻ വേണ്ടിയാണ്. ഒരു ആശുപത്രി ഒരു പ്രൈവറ്റ് ആൾ ഒരു ആശുപത്രി തുടങ്ങുന്നത് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ പാവപ്പെട്ടവരായ കുറേയധികം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പണം മുടക്കി അവിടെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ചികിത്സിപ്പിച്ച് അവരുടെ രോഗം ഭേദമാകണമെന്ന് കരുതിയിട്ടൊന്നുമല്ല. അങ്ങനെ ഒരു ചിന്തയെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുതലാളിക്കില്ല. ആശുപത്രിയിൽ വരുന്നത് ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് വീണ ജോർജ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഒരു ഡയാലിസിസ് എന്ന് പറയുന്നത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വകാര്യ ആശുപത്രി 1500 മുതൽ 2000-3000 രൂപ വരെ ചിലവഴിക്കുന്നുണ്ട്. അതായത് മീൻസ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ കുടുംബത്തിന്, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് ഏകദേശം ഒരു 3 ദിവസങ്ങളിൽ, ഒരാഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യണം.
ഒരു 3000 രൂപയാണ് ഒരു പ്രൈവറ്റ് ആശുപത്രി ഡയാലിസിന് വേണ്ടി ചിലവാക്കുന്നെങ്കിൽ ഒരു ആഴ്ചയിൽ 9000 രൂപ അവർക്ക് ചിലവാകും. ഏകദേശം 36,000 രൂപ ഒരു മാസം അവർക്ക് ഡയാലിസിസിന് വേണ്ടി മാത്രം ചിലവാകുന്ന തുകയാണ്. ഇനി കോവിഡിൻ്റെ കാലത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കോവിഡിൻ്റെ കാലത്ത് ഒരു ആശുപത്രിയിൽ ഒരു പാക്കേജ് ആയിട്ട് പ്രഖ്യാപിച്ചു. അതായത് ഒരാഴ്ച ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നു. ആ രോഗിയിൽ നിന്ന് ചില ഹോസ്പിറ്റലുകളിൽ നിന്ന് 10,000 മുതൽ അവർക്ക് തോന്നി അത്രയും തുക പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതൊരു പാക്കേജ് ആക്കി. അതായത് നിങ്ങൾ വന്ന് അഡ്മിറ്റ് ആവുന്നു, അഡ്മിറ്റായി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, മരുന്ന്, ആഹാരം, താമസം, ഇത്രയും കാര്യങ്ങളും കൂടി ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ഇത്ര രൂപ അവിടെ അടച്ചാൽ മതി. 10,000 മുതൽ തുക നിങ്ങൾ അവിടെ അടച്ചു കഴിഞ്ഞാൽ ഇതൊരു പാക്കേജ് ആയി കിട്ടും. അപ്പോൾ അവിടെയാണ് ആശുപത്രിക്കാർ നമ്മളെ ചൂഷണം ചെയ്യുന്ന ഓരോ രീതി നമ്മൾ പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ഡയാലിസിസ് എന്ന് പറയുന്ന 1 രൂപ പോലും മുതൽ മുടക്കില്ലാത്ത തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ നടത്തി പോരുന്നുണ്ട് ചികിത്സ. ഈ ചികിത്സ ചികിത്സ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ നോക്കൂ, റീജിയണൽ ക്യാൻസർ സെൻ്ററിന് പുതിയ ഇത് തുടങ്ങി. അപ്പോൾ അവിടെ വരുമ്പോഴോ പുതിയ ബിൽഡിംഗ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. അപ്പോൾ ഇവിടെ സർക്കാരിൻ്റേതാണ്. അവിടെ ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത് വലിയ ചിലവില്ലാത്തൊരു കാര്യമായി മാറുന്നു. അതേസമയം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ വളരെ പ്രഗത്ഭന്മാരായ ഓങ്കോളജിസ്റ്റുകളെ അവർ ചോദിക്കുന്ന പണത്തിന് മന്ത്ലി ഇവർ സാലറി കൊടുത്തിട്ട് ഇവിടെ കൊണ്ട് ഇറക്കുമതി ചെയ്തിരിക്കുക. അപ്പോൾ സർക്കാർ ഇങ്ങനെ ക്യാൻസർ സെൻറ്റർ, ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, ക്യാൻസർ റിസർച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എറണാകുളത്ത്. അപ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിക്കുക? ഇത്രയും പണം മുടക്കി ഓങ്കോളജിസ്റ്റുകളെ കൊണ്ടുവച്ചിരിക്കുന്ന ആശുപത്രിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന ഓങ്കോളജിസ്റ്റിന് വലിയ സാലറി കൊടുക്കേണ്ട ഒരു ഗതികേടുണ്ട്. സർക്കാർ ഈ നിലയിൽ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് ക്യാൻസർ പേഷ്യൻറ്റിനെ കിട്ടില്ല, ഉദ്ദേശിക്കുന്ന പോലെ ഈ ക്യാൻസർ പേഷ്യൻസിനെ അറക്കാൻ കഴിയില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഓങ്കോളജിസ്റ്റിനുള്ള സാലറി കൊടുക്കാനും കഴിയാത്തൊരവസ്ഥ വരും. ഇത് സ്വകാര്യ ആശുപത്രികൾ നേരിടുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമുക്കറിയാം, കഴിഞ്ഞ സൗജന്യ ചികിത്സ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ മുടക്കിയിരിക്കുന്നത്, സംസ്ഥാന സർക്കാർ 5 കോടി ആളുകൾക്കാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ സൗജന്യ ചികിത്സ, അതായത് നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് 5 വർഷത്തിനിടയിൽ 5 കോടി ആളുകളാണ്. ശരാശരി 1 കോടി ആളുകൾ ഒരു വർഷം എന്നുള്ള കണക്കിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കണം, അതായത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ആശുപത്രികളേക്കാൾ കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്നത്, ഡെലിവറി നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ്. ഏകദേശം 31% പ്രസവം, അതായത് 1.28 ലക്ഷം, അതായത് 1.25 ലക്ഷത്തിന് മുകളിലുള്ള പ്രസവങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം നമ്മുടെ നാട്ടിൽ സൗജന്യ ചികിത്സ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നമ്മളിവിടെ ചെലവഴിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർക്ക് പല ഈ പറയുന്ന പോലെ സ്കീമുകൾ വഴി, പല പദ്ധതികൾ വഴി ആൾക്കാർക്ക് സംസ്ഥാന സർക്കാർ നൽകിയ സൗജന്യ ചികിത്സ എത്ര കോടി രൂപയുടെ വരുമെന്ന് അറിയുമോ? ഏകദേശം 8,425 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ നടത്തിയിരിക്കുന്നത്, പല സ്കീമുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യം. അപ്പോൾ 8,425 കോടി രൂപയുടെ, അതായത് ഏകദേശം, അപ്പോൾ നമ്മൾ ആലോചിക്കുക എത്ര ലക്ഷം പേർക്കായിരിക്കും? ഏകദേശം 24.78 ലക്ഷം ആളുകൾക്ക്, അതായത് 24,78,000 ആളുകൾക്കാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് സൗജന്യമായി ചികിത്സ നൽകി വിട്ടത് എന്നർത്ഥം. അപ്പോൾ ആരോഗ്യ മേഖല ഇനി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ ആളുകൾക്ക്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ആലോചിച്ച്, കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്താണ് ആ പ്രഖ്യാപനം? KN ബാലഗോപാൽ നടത്തിയൊരു പ്രഖ്യാപനമാണ്. നമ്മുടെ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്ക് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസ് വരുന്നു, എമർജൻസി ആയിട്ട് സർജറി അവിടെ ആവശ്യമാണ്. ആ സർജറിയായിട്ട് ആവശ്യം വരുന്ന സമയത്ത് പറയുന്നത് ഇത്ര ലക്ഷം രൂപ ഞങ്ങൾക്ക് സർജറിക്ക് വേണ്ടി വരും. ഈ പറയുന്ന പേഷ്യൻറ്റിൻ്റെ, അല്ലെങ്കിൽ അവിടെ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്ന ഒരു പേഷ്യൻറ്റിനെ, ആക്സിഡൻറ്റുമായിട്ട് എത്തുന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഭീമമായ തുക കണ്ടെത്താൻ വരെ പ്രയാസമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് വളരെ വേദനയോടുകൂടി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ വികസന മുന്നേറ്റ ജാഥയ്ക്കിടയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു അച്ഛൻ, ഒരു പ്രായമുള്ള ഒരാൾ വന്നിട്ട് പറയുകയാണ്, എൻ്റെ മകന് 19 വയസ്സേ ഉള്ളൂ, അവൻ പെട്ടെന്ന് ആക്സിഡൻ്റ് ആവുന്നു, ഇപ്പം എൻ്റെ ഒരു കിഡ്നി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, കാര്യം ചികിത്സയ്ക്ക് ചിലവ് വേണ്ടി വരുന്നു, ഞാൻ എൻ്റെ ഒരു കിഡ്നി കൊടുക്കാം, ആ ഒരു എഗ്രിമെൻ്റ് ആക്കിക്കൊണ്ട് ആരെങ്കിലും എന്നെ സാമ്പത്തികമായി സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ഛൻ വേദനയോടുകൂടി മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോഴാണ് നമ്മളിപ്പോൾ KN ബാലഗോപാൽ പറഞ്ഞ ആ ഒരു സ്കീമിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഇതുപോലെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന
രോഗികൾക്ക് 5 ദിവസത്തെ ചികിത്സ സൗജന്യമായി നൽകണം എന്നുള്ള ഒരു വ്യവസ്ഥ വന്നു. അത് സംസ്ഥാന സർക്കാർ ആ തുക കൊടുക്കും. അവിടെയാണ് സർക്കാരിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കിടക്കുന്നത്. ഒരു ആക്സിഡൻറ്റ് കേസിൽ 5 ദിവസത്തെ തുക എത്രയാണെന്ന് വെച്ചാൽ ആ ബില്ല് അത് സംസ്ഥാന സർക്കാരാണ് പേ ചെയ്യുന്നത്. എങ്ങനെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ രീതിയിലൊരു പദ്ധതി എവിടെയെങ്കിലും ആവിഷ്കരിച്ച് കണ്ടിട്ടുണ്ടോ? കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങളിൽ പോലും അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ആ സിസ്റ്റം പക്ഷെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ പൊതുജനാരോഗ്യ രംഗത്ത് കേരളം ഒരു വലിയ കുതിച്ചുചാട്ടത്തിൽ നിൽക്കുന്നു. കാത്ത് ലാബുകൾ, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഡയാലിസിസ് കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഇതിനു മുമ്പ് 2016 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇത് പൊടിയും അല്ലാന്നുണ്ടെങ്കിൽ തുരുമ്പെടുത്ത് കിടന്ന പല മെഷീനുകളും എടുത്തു മാറ്റിക്കൊണ്ട് എല്ലാം പുതിയ മെഷീനുകൾ കൊണ്ടുവരികയും ആൾക്കാർ ഉപകാരപ്രദമായ രീതിയിൽ അതിനെ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തു. ഒരു 2016 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാത്ത് ലാബ് പോലും ഇല്ല. എന്നാൽ ഇപ്പോഴോ എത്രയോ കാത്ത് ലാബുകൾ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ രീതിയിൽ നമ്മുടെ ആരോഗ്യ മേഖല മുന്നോട്ട് വരികയും സാധാരണക്കാർക്ക് പണമില്ലാതെ പോലും മികച്ച ചികിത്സ കൊടുക്കാനും കഴിയുന്ന ഒന്നായി മാറുകയും ചെയ്തു. ഇപ്പം എന്നാൽ ചിലർ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ബാക്കിയുള്ള മന്ത്രിമാരും ഒക്കെ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നത്, അമേരിക്കയിലും മയോ ക്ലിനിക്കിലും ഒക്കെ പോകുന്നതിന് കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുമായിരിക്കും. ഓരോന്നിനും ഇപ്പോൾ കാശുള്ളവർക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിലും പോയി ചികിത്സ എടുക്കുന്നതിന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് യാതൊരു തടസ്സവുമില്ല. ആർക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയി ചികിത്സ നേടാം എന്ന് പറയുന്ന ഒരു സവിശേഷമായ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ക്യാൻസറിന് മയോ ക്ലിനിക്കാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ജർമ്മനിയിൽ ഹാർട്ടിൻ്റെ ചികിത്സ നടത്തുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ജർമ്മനി. അപ്പോൾ ഓരോന്നിനും ഓരോ സ്ഥലങ്ങൾ, ഓരോ രാജ്യങ്ങളുണ്ട്. എന്നാൽ പൊതുജനാരോഗ്യം, അതായത് ഒരു സാധാരണക്കാരന് കിട്ടുന്ന ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും വലിയ വികസനം. എന്നാൽ ഇതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട്, ഇതിനെ ഒരു കുത്തക ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളെല്ലാം ഈ അനാസ്ഥയുടെയും അതായത് കഴിവില്ലാത്ത കുറേ ഡോക്ടർമാരും അത് ഭരിക്കുന്ന മന്ത്രിയാണെങ്കിൽ തീരെ കഴിവില്ലാത്ത ഒരാൾ എന്ന് പറയുന്ന രീതിയിൽ, അതായത് ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നും അതാകെ കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു മേഖലയാണെന്നും അതൊരിക്കലും ഇനി നടുന്നുയർത്തി എഴുന്നേറ്റ് വരാൻ സാധ്യതയില്ല എന്നുമുള്ള ഒരു വ്യാപകമായ പ്രചരണം നൽകുക അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരാവശ്യം. ഇത് ഫലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സംസ്ഥാനത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് വൻ തുക മുടക്കാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മുടക്കിക്കൊണ്ടിരിക്കുന്ന വിദേശ നിക്ഷേപകർക്ക് ഇത് വലിയ ഗുണകരമായി മാറുന്നു. ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താ? പൊതുജനം ചിന്തിക്കുന്നത്, ഞങ്ങൾക്ക് ഇനിയിപ്പോൾ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയില്ല, സർക്കാർ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട ചികിത്സ കിട്ടില്ല, ഞങ്ങൾ അവിടെ കിടന്ന് ചത്തുപോകും. അതേസമയം എത്ര രൂപ കടം മേടിച്ചാണെങ്കിലും എങ്ങനെയാണെങ്കിലും എനിക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയാൽ എനിക്ക് അവിടെ മികച്ച ചികിത്സ കിട്ടും. അപ്പോൾ അതിലൂടെ വളരുന്നത് ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന ബ്ലാക്ക് സ്റ്റോൺ പോലെ, KKR പോലെ, TPG പോലെയുള്ള കമ്പനികൾക്കാണ് ആ ഒരു നേട്ടം ഉണ്ടാവുക എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്? അപ്പോൾ അവരുടെ ആവശ്യം ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ ഇല്ലാതാക്കുക, സർക്കാർ ആശുപത്രികൾ കഴിയുന്നതും പൂട്ടിക്കെട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇവിടുത്തെ സർക്കാരിൻ്റെ ഇടപെടൽ കാരണം പല സ്വകാര്യ ആശുപത്രികളും ഇന്ന് ലാഭകരമല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച സേവനങ്ങൾ സർക്കാർ ആശുപത്രിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അപ്പോൾ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഈ ആരോഗ്യ മേഖല കൊള്ളില്ല, ഇത് തകർന്ന് തരിപ്പണമായി കിടക്കുന്നു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഈ കുത്തക മുതലാളിമാരെ, ഈ കോർപ്പറേറ്റുകൾക്ക്, ഭീമന്മാർക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള വളക്കൂർ അല്ലെങ്കിൽ വളം നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷം അടക്കമുള്ള മാധ്യമങ്ങളടക്കമുള്ള ഒരു കൂട്ടരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ വേണം ഇപ്പോൾ ഈ വണ്ടാനം വിഷയത്തെ ഇത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരാനും വീണ ജോർജിനെ പോലെയുള്ള ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഇവിടെ വഴിയിൽ തടഞ്ഞു നിർത്തി, അതല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തി ആ കയ്യേറ്റം ചെയ്യാൻ വരെ കാണിക്കുന്ന ഒരു ഹുങ്ക് എന്ന് നമ്മളിവിടെ പറയേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.